ഗൈസ്, ലൊക്കേഷൻ തേടിയുള്ള യാത്രയിൽ നമ്മൾ ഇന്നൊരു ഫോറസ്റ്റിന്റെ നടുവിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ പാണ്ടിയിൽ നിന്നും ഏകദേശം 3.5 കിലോമീറ്ററോളം വനത്തിലൂടെ പ്രവേശിച്ചാൽ മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരമ്പലം. അതാണ് നെല്ലിത്തട്ട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം. പൂർണ്ണമായും വനത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന കാസർഗോഡ് ജില്ലയിലെ ഒരേയൊരു അമ്പലമാണിത്. യാത്ര കുറച്ച് ബുദ്ധിമുട്ടേറിയതാണെങ്കിലും ഇവിടെ എത്തിപ്പെട്ടാൽ കിട്ടുന്ന ഒരു ആശ്വാസം അതൊന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ്. ആദ്യമായാണ് ഞാൻ ഈ ഒരു അമ്പലത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രദേശത്തെ പറ്റി അറിയാൻ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടായിരുന്നു. 4 ഭാഗത്തു നിന്നും ഈ അമ്പലത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ അത് ഫോറസ്റ്റിന് നടുവിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരുപാട് പേരുടെ നിർദ്ദേശപ്രകാരമാണ് കേട്ടോ ഞാൻ ഈ ഒരു അമ്പലത്തിന്റെ വീഡിയോ ചെയ്യുന്നത്. ഐതിഹ്യങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കിയാലോ. ഈ ക്ഷേത്ര നിർമ്മാണം 1950-55 കാലഘട്ടത്തിൽ തുടങ്ങി 1960 കാലഘട്ടത്തോടുകൂടി 66 കാലഘട്ടത്തോടുകൂടി ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുകയും തുടർന്ന് 3 നേരം പൂജ, അങ്ങനെ മറ്റ് വൻ ക്ഷേത്രങ്ങളിൽ നിലവിൽ നമുക്ക് അറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ ഏത് രീതിയിലാണോ പൂജാതി കർമ്മങ്ങൾ നടത്തി വരാറ് അതേ രീതിയിൽ തന്നെ ഇവിടെയും നടത്തി വരുന്നു. ഈ ഗുഹ ക്ഷേത്ര നടക്കുന്ന ആ ഗുഹ അവിടെ ചരിത്രകാലം മുതൽ തന്നെ കണ്ണു മഹർഷി എന്ന മഹർഷി തപസ് അനുഷ്ഠിച്ചിരുന്നു. അതിനകത്ത് ഗണപതി പൂജ നടത്തി വരികയും അതിനുശേഷം ഈ പരിസരത്ത് വന്ന് ഈ മുൻകാല ചരിത്രകാലത്ത് ഏത് രീതിയിലായിരുന്നു ആ ക്ഷേത്രം ഉണ്ടായിരുന്നത്, ഏത് രീതിയിലായിരുന്നു ഇവിടെ ബിംബപ്രതിഷ്ഠ ഉണ്ടായിരുന്നത്, ആ ബിംബപ്രതിഷ്ഠ തുറന്ന് വണങ്ങി പോകുമായിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം, അറിയാവുന്ന ഐതിഹ്യം. അതേപോലെ ഉപദേവതകളായി സുബ്രഹ്മണ്യൻ, മഹാഗണപതി, ശാസ്താവ്, നാഗൻ, രക്ഷസ് എന്നിവയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിന് വലം ചെയ്തിട്ടുണ്ട്. ഇനിയും നമ്മൾ കാണാത്ത, നമ്മൾ അറിയാത്ത എത്ര സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.